എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 128/21 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. SLC ലെവൽ മെയിൻ എക്സാമിൽ നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSC അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രക്തരഹിത വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ചാൾസ് രാജാവാണ്. ചാൾസ് രാജാവാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഇംഗ്ലണ്ടിലെ രാജാവ്. ശരിക്കും രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ജെയിംസ് രണ്ടാമനാണ്. പക്ഷേ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ചാൾസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. ജെയിംസ് രണ്ടാമനാണ് ശരിക്ക് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജാവ്. അപ്പോൾ കംപ്ലൈന്റ് ചെയ്യേണ്ടവർക്ക് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സൂറത്താണ്. സൂറത്താണ് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയാണ് ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. നാലാമത്തെ ചോദ്യം, ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ് 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി? ആൻസർ ഓപ്ഷൻ ഡി, ദുബായ് ആണ്. ദുബായ് ആണ് ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 2021 വേദി. ഇനി ആറാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്. ആൻസർ ഓപ്ഷൻ ഡി, കോണ്ടൂർ രേഖകൾ. ഏഴാമത്തെ ചോദ്യം, ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ്? ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി, മണിപ്പൂരിലാണ്. മണിപ്പൂരിലാണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തെ ചോദ്യം, ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ലൂ ആണ്. ലൂ ആണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ചൂട് കാറ്റ് എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ദാറിയയാണ്. പത്താമത്തെ ചോദ്യം, സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഇൻസ്പിരേഷൻ 4. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം മാത്രം. 2ഉം 3ഉം മാത്രമാണ് തെറ്റായത്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം 3ഉം ശരിയാണ്. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സംഘടിത മേഖലയുടെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? താഴെ പറയുന്നവ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം 4ഉം. 14ാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം മാത്രമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്തായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 11%. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ആമുഖത്തെയാണ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, PK തുംഗൻ കമ്മിറ്റിയാണ്. 18ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 32. 19ാമത്തെ ചോദ്യം, രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, അയർലാൻഡ്. 20ാമത്തെ ചോദ്യം,
സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് NV രമണയാണ്. 21ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പാട്ടം വിളംബരമാണ്. 22ാമത്തെ ചോദ്യം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി റവന്യൂ മന്ത്രി. 23ാമത്തെ ചോദ്യം, കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ വാത്സല്യ. 24ാമത്തെ ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ? ആൻസർ ഓപ്ഷൻ ബി പി സതി ദേവി. 25ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പാൻക്രിയാസ്. 26ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംഘടനയായ IUCNന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി സ്വിറ്റ്സർലാൻഡ്. 27ാമത്തെ ചോദ്യം, കോവിഡ് രോഗകാരിയായ SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? ആൻസർ ഓപ്ഷൻ എ RNA വൈറസാണ്. 28ാമത്തെ ചോദ്യം, BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ഡി ക്ഷയം. 29ാമത്തെ ചോദ്യം, ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ശുചിത്വ പുരസ്കാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നവകേരളം പുരസ്കാരം. 30ാമത്തെ ചോദ്യം, ഒരു ബസ്സിൽ റിയർവ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.5 മീറ്ററാണ്. ഇതിന്റെ വക്രത ആരം നിർണ്ണയിക്കുക. ആൻസർ ഓപ്ഷൻ എ 1 മീറ്റർ ആണ്. 31ാമത്തെ ചോദ്യം, ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ അഥവാ ജിയുടെ മൂല്യം? ആൻസർ ഓപ്ഷൻ ബി കുറയുന്നു. 32ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി സമത്വരണമായിരിക്കും. 33ാമത്തെ ചോദ്യം, അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ എ ഹീലിയം. 34ാമത്തെ ചോദ്യം, ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നൈട്രജൻ. 35ാമത്തെ ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ക്ലോറിൻ. 36ാമത്തെ ചോദ്യം, ഗ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അമീർ ഖുസ്രു. 37ാമത്തെ ചോദ്യം, കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 38ാമത്തെ ചോദ്യം, ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി അസുരവിത്ത്. 39ാമത്തെ ചോദ്യം, അയ്യങ്കാളി വെള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ വെള്ളായണി കായൽ. 40ാമത്തെ ചോദ്യം, ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി അവനി ലേഖര. 41ാമത്തെ ചോദ്യം, 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പോൾ സക്കറിയ. 42ാമത്തെ ചോദ്യം, മാനിന്റെ പൂർണ്ണരൂപം? ആൻസർ ഓപ്ഷൻ സി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. 43ാമത്തെ ചോദ്യം, മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ ബ്രൗസർ. 44ാമത്തെ ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി IRNSS. 45ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റാം ആണ്. 46ാമത്തെ ചോദ്യം, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 47ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതാണ് അതിൽ ബന്ധപ്പെട്ടിട്ട് അല്ലാത്തത്, ചുമതലയല്ലാത്തത്.
48ാമത്തെ ചോദ്യം ക്യാൻസൽ ആണ്. ഇതിന് ഉത്തരമില്ല. PSCയുടെ ഉത്തരം ബി ആണ്, അത് തെറ്റാണ്. 49ാമത്തെ ചോദ്യം, നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും. 50ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. 51ാമത്തെ ചോദ്യം, ഇനി മാത്സ് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ 51ാമത്തെ ചോദ്യം, ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി, 140. 52ാമത്തെ ചോദ്യം, ഒരു ത്രികോണത്തിന്റെ കോണളവുകൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. ആ ത്രികോണത്തിന്റെ ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം എത്ര? ആൻസർ ഓപ്ഷൻ സി, 40. 53ാമത്തെ ചോദ്യം, എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് നേർദൂരം 15 കിലോമീറ്റർ ആണ്. ഒരാൾ 6 AM എയിൽ നിന്ന് പുറപ്പെട്ട് ബിയിലേക്ക് 10 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. മറ്റൊരാൾ അതേ സമയത്ത് ബിയിൽ നിന്ന് പുറപ്പെട്ട് 20 km/മണിക്കൂർ വേഗതയിൽ എയിലേക്ക് സഞ്ചരിക്കുന്നു. ഏത് സമയത്താണ് ഇവർ പരസ്പരം കണ്ടുമുട്ടുക? ആൻസർ ഓപ്ഷൻ ഡി, 6:30 AM. 54, 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 51. 1100നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗ സംഖ്യ ലഭിക്കും? ആൻസർ ഓപ്ഷൻ എ, 56. 0, 7, 26, 63, 124 ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, 215. ഒരു ക്ലോക്കിലെ സമയം 8:20 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണിന്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി, 130 ഡിഗ്രി. കിങ് GE ജേഴ്സി ആയ ലോഡ് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, HKNZ. 59, ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും നേരെ കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം അവിടെ നിന്ന് നേരെ വടക്കോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും അവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ സഞ്ചരിച്ച് ബി എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 5 കിലോമീറ്റർ. 60ാമത്തെ ചോദ്യം, ഒരു ക്യൂവിൽ അരുണിന്റെ സ്ഥാനം മുൻപിൽ നിന്ന് 17ാമതും പുറകിൽ നിന്ന് 33ാമതും ആണെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ആൻസർ ഓപ്ഷൻ ബി, 49 പേര്. ഇനി ഇംഗ്ലീഷ് ആണ്. 61ാമത്തെ ചോദ്യം, ചൂസ് ദ അപ്രോപ്രിയേറ്റ് വെർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഡാഷ് ഗിവൺ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വാസ് ആണ്. 62ാമത്തെ ചോദ്യം, ഫിൽ ഇൻ വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ. The banyan is a kind of fig tree എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. 63ാമത്തെ ചോദ്യം, റിപ്പോർട്ട് ദ ഗിവൺ സെന്റൻസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. He said to me, please help me. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, he requested me to help him. 64ാമത്തെ ചോദ്യം, ചൂസ് ദ പാസീവ് ഫ്രം ഓഫ് ദ 64ാമത്തെ ചോദ്യം, ചൂസ് ദ പാസീവ് ഫ്രം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹി ഈസ് നോൺ ടു മീ. 65ാമത്തെ ചോദ്യം, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ ആം വർക്കിംഗ് ഹാർഡ്. ഐ ആം വർക്കിംഗ് ഹാർഡ് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആർന്റ് ഐ. 66ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൊനൗൺസിയേഷൻ. 67ാമത്തെ ചോദ്യം, ചൂസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു അണ്ടർഗോസ് ട്രെയിനിങ് ഇൻ എനി ട്രേഡ് ഓർ ഓക്യുപ്പേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആൻ അപ്രീഷ്യൻ. 68ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻ ഇഡിയം.
ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അതിന്റെ ഇഡിയമിന്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്, റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. 69ാമത്തെ ചോദ്യം, ചൂസ് ദ വേർഡ് വിച്ച് സ്യൂട്ട്സ് ബെസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി, ഡെസേർട്ട്. 70ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ലൊക്യൂഷ്യസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റെറ്റിസെന്റ്. 71ാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, നിർദ്ധരി. 72ാമത്തെ ചോദ്യം, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കമലം. 73ാമത്തെ ചോദ്യം, ദർശകൻ സ്ത്രീലിംഗ പദം. ആൻസർ ഓപ്ഷൻ സി, ദർശക. 74ാമത്തെ ചോദ്യം, പുറമേ മൂടി പിടിപ്പിക്കുന്നത് നിരർഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? ആൻസർ ഓപ്ഷൻ ബി, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. 75ാമത്തെ ചോദ്യം, വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, കുട്ടികൾ. 76, നിരീശ്വരൻ പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, നീ പ്ലസ് ഈശ്വരൻ. 77, ആ പ്ലസ് ആൾ ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി, അവൾ. 78, ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വപുസ്. 79, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പിപാസു. 80ാമത്തെ ചോദ്യം, ആകർഷണം വിപരീത പദം ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, വികർഷണം. പോലീസ് കോൺസ്റ്റബിളിന് തയ്യാറാവുന്നവരാണെങ്കിൽ ഈ 80 ചോദ്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇതിലേതെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതായത് നിങ്ങൾ ഈ എക്സാം എഴുതിയവരാണ് എന്നുണ്ടെങ്കിൽ PSC സൈറ്റിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അതാണ് ഇതിൽ പറയാനുള്ള കാര്യം. ഇനി 20 ഉള്ളത് ഈ എക്സാം എഴുതിയവർക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി 20 ക്വസ്റ്റ്യൻസ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കോൺസ്റ്റബിളിന് തയ്യാറെടുക്കുന്നവർ 80 ക്വസ്റ്റ്യൻ വരെ വായിച്ചാലും മതി. ബാക്കിയുള്ളത് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് വേറെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേരളത്തിൽ റേഷനിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013. അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് പ്രതിമാസം എത്ര കിലോഗ്രാം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ട്? ആൻസർ ഓപ്ഷൻ സി, 35 കിലോഗ്രാം. ആദ്യത്തെ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, KV മോഹൻകുമാർ. 84, ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതികളിൽ തീരുമാനമെടുക്കുന്നതിനായി നിയമിക്കപ്പെട്ട ജില്ലാ പരാതി ഓഫീസർ പരിഹാര ഓഫീസർ അഥവാ DGRO ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. 85ാമത്തെ ചോദ്യം, 2021 കേരള ടാർഗറ്റ്സ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺട്രോൾ ഓർഡർ പ്രകാരം റേഷൻ കാർഡിന് അർഹതയുണ്ടാവാൻ നിർബന്ധമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്വന്തമായി വീടുണ്ടായിരിക്കണം. 86, സപ്ലൈകോയുടെ തനത് ബ്രാൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ശബരി. 87, നെൽകർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സപ്ലൈകോ. 88, റേഷൻ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, SCMS. 89, സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ സപ്ലൈകോ ഈടാക്കുന്ന നിരക്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ബൾക്ക് റേറ്റ്. 90ാമത്തെ ചോദ്യം, സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, OMS. 91ാമത്തെ ചോദ്യം, ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണം നടത്തുന്നതിനായി നിയോഗിക്കപ്പെട്ട നോഡൽ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സപ്ലൈകോ. 92, സപ്ലൈകോയുടെ നിയന്ത്രണത്തിലുള്ള കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കോന്നി. 93, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്രയാണ്?
ആൻസർ ഓപ്ഷൻ എ 1 കോടി. 94. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 2000 രൂപ. അതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. 95. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 2020 ജൂലൈ 20. 96. ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരമല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി 45 ദിവസത്തിനുള്ളിൽ. 97. ചോദ്യം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് CRMന്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. 98. പുതുതായി ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ പെനിട്രേഷൻ വില നിർണ്ണയം നടത്തുക എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി കുറഞ്ഞ വില നിശ്ചയിക്കുക. 99. മാർക്കറ്റ് മിക്സിലെ 4 Pകളാണ് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ്, വില പ്രൈസ്, സ്ഥലം പ്ലേസ്. അടുത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി പ്രൊമോഷൻ. 100. ചോദ്യം അവസാന ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ട്രേഡ് മാർക്ക്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ള. ഇതിലേതെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ എക്സാം എഴുതിയ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫൈനൽ കീയിൽ ആൻസർ ചേഞ്ച് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.